ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ദേവാലയത്തിൽ വെച്ച് ഈശോയുടെ പ്രബോധനങ്ങൾ കേട്ട പലരും ഉറക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്ത കാര്യമുണ്ട്. ഒരു തച്ചൻ്റെ മകനായി ബെത്ലഹേമിലെ കൊച്ചു ഭവനത്തിൽ താമസിക്കുന്ന ഇവന് ഇത്രമാത്രം അറിവ് എവിടെ നിന്നാണ്? ഇത്രമാത്രം ഉൾവെളിച്ചം എവിടുന്നാണ്? ഈ പ്രബോധനങ്ങളുടെ ആധികാരികത അവർ സംശയത്തോടെ കാണുമ്പോൾ ഈശോ പറഞ്ഞു, ദൈവത്തിൽ നിന്നാണ് തനിക്ക് ഈ ആധികാരികത കൈവരിക. ദൈവം അയച്ചവനാണ് താനെന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് തൻ്റെ പ്രേക്ഷകർ മാറണം എന്ന് ഈശോ കൃത്യമായി അവതരിപ്പിക്കുകയാണ്. നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങൾക്കെതിരെ, അതിൻ്റെ ഒഴുക്കുത്തുകൾക്കെതിരെ സംസാരിക്കാൻ കൂടെ ഈശോ മെനക്കെടുന്നുണ്ട്. പരിച്ഛേദനത്തെക്കുറിച്ചുള്ള നിയമം മോശെ വഴിയാണ് നൽകപ്പെട്ടത് എങ്കിലും അബ്രാഹത്തിൻ്റെ കാലം മുതൽ അത് നിലനിൽക്കുന്ന നിയമമാണ് എന്ന് നമുക്കറിയാം. മോശ അത് നിഷ്കർഷയോടുകൂടി നടത്തുവാൻ ജനനേതാക്കന്മാരോട് പറഞ്ഞപ്പോൾ അവർ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ദിവസം സാബത്ത് ദിവസമാണ്. സാബത്ത് ദിവസം നിശ്ചിതമായതൊന്നും ചെയ്യാൻ പാടില്ല എന്ന നിയമമുണ്ടായിരിക്കെ യഹൂദരുടെ ഇടയിൽ ഈ പരിച്ഛേദന ശുശ്രൂഷ നടത്തുന്നുണ്ടായെങ്കിൽ അതിനേക്കാളും എത്രയോ മഹത്തരമാണ് ഒരു രോഗിയെ മരണത്തിൽ നിന്ന്, അവൻ്റെ ശാരീരിക വൈകല്യത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് എന്ന് ഈശോ ചോദിക്കുമ്പോൾ നിയമങ്ങളുടെ ഉള്ളിലുള്ള കരുണയുടെ മുഖം ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുഷ്ഠാന വിധികളിൽ മാത്രം ആശ്രയിക്കുന്നവരായിട്ട് മാറാനാണ് നമുക്ക് ഇപ്പോഴും ആഗ്രഹവും സ്വപ്നവുമെല്ലാം. ഒരു തിരുനാളിന് പ്രദർശനം ഇറങ്ങുമ്പം ആദ്യം ഇന്ന രൂപം, അതിൻ്റെ പുറകിൽ ഇന്ന രൂപം, പുറകിൽ ഇന്ന രൂപം, എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ ഇടവകയിലൊക്കെ. അത് ആശങ്കയ്ക്ക് ഇടം വരുത്തുന്ന കാര്യമൊന്നുമല്ല, നല്ലതാണ്, ഒരു ഓർഡർ ഉള്ളത് നല്ലതാണ്. പക്ഷെ ഒരു രൂപം ഒന്ന് മാറി പിടിച്ചാൽ, മുമ്പോട്ടോ പുറകോട്ടോ ഒന്ന് മാറി നിന്നാൽ അതിൻ്റെ പേരിൽ അസ്വസ്ഥരാകുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടവകളിലുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെയൊക്കെയുള്ള ചില വിട്ടുവീഴ്ചയില്ലാത്ത കടുംപിടുത്തങ്ങൾ നമ്മൾ നടത്തുന്നു എന്നത് അത്ര സുഖകരമായ കാര്യമല്ല. നിയമങ്ങളും അനുഷ്ഠാന വിധികളുമൊക്കെ ഉണ്ടാവുക തന്നെ വേണം. അതിന് ഒരു ഓർഡർ ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ ഈ ഓർഡർ മാത്രം മതി അതിൻ്റെ പിന്നിൽ കരുണയുടെ അനുഗ്രഹത്തിൻ്റെയൊക്കെ മേഖലകൾ തമസ്കരിക്കാമെന്നുള്ള ഒരു ചിന്ത, അത് ആരിൽ നിന്ന് വന്നാലും അത് ദൈവികമല്ല എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ, മറ്റുള്ളവർക്ക് കരുണ കാണിക്കുന്നതിൽ നാം കാലവിളംബം വരുത്തരുത് എന്ന് തന്നെയാണ് ഈശോ ഓർമ്മിപ്പിക്കുക. അതിൻ്റെ അർത്ഥം നീ ഞായറാഴ്ച കുർബാന നടക്കുന്ന സമയത്ത് തന്നെ പോയി മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, ബാക്കിയുള്ള സമയത്ത് കിടന്നുറങ്ങിക്കോ എന്നാണ് എങ്കിൽ അവിടെയും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അവിചാരിതമായിട്ട് ഒരു ദിവസം ഞായറാഴ്ച പള്ളിയിൽ വരുന്ന സമയത്ത് ഒരു രോഗിയെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു, വഴിയിൽ അപകടത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു, അല്ലെങ്കിൽ നീ കൃത്യമായിട്ട് ഇടപെടേണ്ട ഒരു കേസിൽ ഇടപെടേണ്ടി വന്നു. അവിടെയൊക്കെയാണ് കരുണയുടെ മുഖം ദൈവം കാണുന്നത്. അവിടെ ഞായറാഴ്ച കുർബാന മുടക്കി എന്നത് മാരകപാപത്തിൻ്റെ ലിസ്റ്റിലേക്ക് നീ പെടുത്തേണ്ടതുണ്ടോ എന്ന് സഭ പറയും. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള മനോഭാവങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത്. അനുഷ്ഠാന വിധികൾക്കപ്പുറത്ത് കരുണയുടെ, നന്മയുടെ മുഖം ഉയർത്തിപ്പിടിക്കാനുള്ള കൃപ നമുക്കുണ്ടാകണം. ആരോടും പരിഭവമില്ലാതെ, ആരോടും വൈരാഗ്യവും വിദ്വേഷവുമില്ലാതെ, ആരെയും മാറ്റി നിർത്താതെ, നിയമത്തിൻ്റെ കണ്ണുകൊണ്ട് മാത്രമല്ല സ്നേഹത്തിൻ്റെയും കരുണയുടെയും കണ്ണുകൊണ്ട് അവരിനെ കണ്ട് നന്മ മരങ്ങളായിട്ട് തീരാൻ, നന്മ പുറപ്പെടുവിക്കുന്നവരായി മാറാൻ, നന്മ ജീവിക്കുന്നവരായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.